ഹായ്, ഞാൻ കൊല്ലത്തിൻ്റെ ആൻറ്റിയുടെ കൂടാണ്. ക്രിസ്മസിൻ്റെ ആൻറ്റിയുടെ കൂടെ വന്നതാണ്. അപ്പം ഈ ഹാപ്പി ക്രിസ്മസ് ആൻറ്റി. ഹാപ്പി ന്യൂ അപ്പോൾ ആൻറ്റിയുടെ കൂടെ ചില വിശേഷങ്ങളുമായി ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ. ക്രിസ്മസിന് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്മസിന് എന്തോ മന വിശേഷം. എനിക്ക് കാഴ്ചയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതുപോലെ ഞാനൊരു കാര്യം കൂടെ പറയാം. ആൻറ്റിക്ക് കാഴ്ച 100% കാഴ്ച ആൻറ്റിക്ക് ഇല്ല. എന്നെ പോലല്ല, എന്നെ 100% ആൻറ്റിക്ക് കാഴ്ചയില്ല. അത് ആൻറ്റിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ആൻറ്റിക്ക് ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ആൻറ്റി ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. 81 തലയ്ക്ക് ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് റൈറ്റ് സൈഡിൽ ഓപ്പറേഷൻ ചെയ്ത് കാഴ്ച നഷ്ടപ്പെട്ടു. അന്നോട്ട് എൻ്റെ കർത്താവിൻ്റെ കരുണയാൽ നടത്തുന്നത്. എനിക്ക് 2 പെൺമക്കളും ഉണ്ട്. അവർ രണ്ടുപേരെയും ഈശോപ്പ 2 കരങ്ങളിൽ നല്ല 2 കരങ്ങളിൽ കൊടുത്തു. അവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ വർഷം സ്ട്രോക്കായിട്ട് കിടക്കുമായിരുന്നു, മരിച്ചു. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ കഴിയുന്നു. എനിക്കൊന്നിനും വിഷമം തോന്നുന്നില്ല. എൻ്റെ കർത്താവ് കൂടെ ഉണ്ട്. ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് എൻ്റെ ഈശോ അടുത്ത് ഞാൻ ഇവിടെ ഒരു ധ്യാനകേന്ദ്രമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുകയും അത് കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. എനിക്ക് എല്ലായിടത്തും ഭയങ്കര സ്നേഹമാണ്. എൻ്റെ അയൽവാസികളെല്ലാം എന്നോട് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ആൻറ്റി കണ്ണിന് കാഴ്ച 100% ഇല്ലെങ്കിൽ ആൻറ്റി ഒരു സോഷ്യൽ വർക്കാണ്. ആൻറ്റി രാവിലെ പള്ളിയിലെ കാര്യങ്ങൾ ഇവിടുന്ന് 1 കിലോമീറ്ററോളം പള്ളി റൗണ്ട് ചുറ്റി ഒറ്റയ്ക്കാണ്, സ്റ്റിക്കൊന്നുമില്ല. ആൻറ്റി സ്ഥിരമാണ് ഈ സ്ഥലങ്ങൾ. ആൻറ്റി ഒറ്റയ്ക്കാണ് അന്ന് പള്ളിയിൽ പോകുന്നത് വരുന്നതും ഒക്കെ. അതുപോലെ ആൻറ്റി സോഷ്യൽ വർക്കാണ്. ആർക്കെന്തെങ്കിലും ഒരു സഹായം ചെയ്യണം ആൻറ്റി അവിടെ മുമ്പേ കാണും. പിന്നെ പള്ളിയുടെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും ആൻറ്റിയാണ് മുമ്പേ നിൽക്കുന്നത്. ചെറിയൊരു ഗായകൻ കൂടാണ്, ചെറുതല്ല സോറി, വലിയൊരു ഗായകൻ കൂടാണ്. പള്ളിയിലെ എല്ലാ ക്വയറിനെല്ലാം ആൻറ്റിയാണ് അവിടെ നിന്ന് പാടുന്നത്. പിന്നെ ചെറിയൊരു പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ആൻറ്റിക്ക് ആ പാട്ട് പാടുമ്പോൾ ആൻറ്റിക്ക് അത് ഉള്ളിൽ കൊണ്ടാണ് ആൻറ്റി അത് പാടിയത്. ആൻറ്റിയുടെ വിഷമമൊക്കെ ഉള്ളിൽ ഒതുക്കിയാണ് ആൻറ്റി പാടിയേക്കുന്നത്. അത് നമുക്കിപ്പോൾ അറിയാം. ആൻറ്റി അത് കരയുകയും ചെയ്തു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്. ഈ ലോകത്തിൽ മനുഷ്യരുടെ ഒരു പരുവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിസ്പോസിബിൾ. പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞേക്കുന്നത് നീ എനിക്ക് ബഹുമാനിയും പ്രിയപ്പെട്ടവനും അമൂല്യമാണെന്ന്. 43 വർഷമായി. 44ാമത്തെ വർഷം മെയ് മാസം ആകുമ്പോൾ ആവും. ഇത്രയും നാളും എൻ്റെ ഈശോ എൻ്റെ കരങ്ങളിൽ പിടിച്ച്, കാഴ്ചയും കഴിവും ഇല്ലാത്ത ഞാൻ എൻ്റെ ഈശോയുടെ കരങ്ങളിൽ പിടിച്ച് ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് ഞാൻ ജീവിക്കുന്നു. എനിക്കൊന്നിനും ഭയമില്ല. ഏത് പാതിരാത്രിയിൽ എവിടെ കൊണ്ട് നിർത്തിയാലും എനിക്കറിയാം എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന്. എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും എൻ്റെ ഈശോ അറിയാതെ ഒഴുകിയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ അനുഭവം ഞാനിത് പറയുന്നത്. എവിടെ വേണമെങ്കിലും ഇത് പറയാൻ ഞാൻ എൻ്റെ 2 പെൺമക്കളിലൂടെ എൻ്റെ ഈശോ എന്നെ മുമ്പത്തേനെക്കാട്ട് കൂടുതൽ അഭിഷേകത്തോടെ എന്നെ നടത്തുന്നു. എനിക്കൊന്നിനും തമ്പുരാൻ്റെ കരുണയിൽ കുറവില്ല. എനിക്കൊന്നും ആവശ്യമില്ല. എൻ്റെ തമ്പുരാൻ എല്ലാം നടത്തുന്നു. എനിക്കത്രേ പറയുന്നുള്ളൂ. ആരും ഒന്നും വിഷമിക്കണ്ട. ഈശോയുടെ കരങ്ങളിൽ പിടിച്ചാൽ ഈശോ നമ്മളെ അതേ കണക്ക് സംരക്ഷിക്കും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ചെയ്തേക്കണേ.